അദ്ദേഹം ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്നു, എംഫിൽ വിദ്യാർത്ഥിയായിരുന്നു. അതിനുശേഷം അത് പൂർത്തീകരിച്ചതിന് ശേഷം ഡൽഹിയിൽ തന്നെ സിവിൽ സർവീസ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റു വിവരങ്ങൾ, കുടുംബത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ, അമ്മ സംസ്കൃത സർവകലാശാലയിലെ അധ്യാപികയാണ്, പിതാവ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. നമ്മൾ ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലേക്ക് അതിന്റെ തുടർ നടപടികൾക്കായിട്ട് ബോഡി കൊണ്ടുപോയിരിക്കുന്നു. ഞാൻ ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ കേരള ഹൗസ്, ഡൽഹിയിലെ കേരള ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവിടെ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ, പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ ആയിട്ടുണ്ട്. അങ്ങോട്ട് പോകാതെ തന്നെ എല്ലാം പൂർത്തീകരിച്ച് കൊണ്ടുവരാനാണോ ശ്രമം? കൊണ്ടുവരാം, പക്ഷെ അത് അവരോടും കൂടെ ചോദിച്ചിട്ട് അവരുടെ താല്പര്യം. അവർ നിലവിൽ ഇവിടെ വീട്ടിലില്ല, ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവരുടെ സഹോദരങ്ങളും ഒക്കെ എത്തിച്ചേരുന്നതേ ഉള്ളൂ, എറണാകുളത്ത് നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അവർ അങ്ങോട്ട് പോകണമെന്നുള്ളൊരു താല്പര്യമുണ്ട്. അത് നോക്കിയിട്ട്, അതിന്റെ സാധ്യതകൾ നോക്കിയിട്ട് മറ്റ് തുടർ നടപടികൾ തീരുമാനിക്കും. തീർച്ചയായിട്ടും കുടുംബമായിട്ട് സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. മൃതദേഹം ഡൽഹിയിലാണുള്ളത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം ഒക്കെ ഉൾപ്പെടെ പൂർത്തിയാക്കി അതേക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അത് ഇവർ രക്ഷകർത്താക്കളും കുടുംബക്കാരും അങ്ങോട്ട് പോയതിനു ശേഷം വേണമോ അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം അല്പസമയത്തിനകം ഉണ്ടാകും. MLA ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അച്ഛനും അമ്മയും മറ്റ് ബന്ധുക്കളും എത്തേണ്ടതുണ്ട്. അവരുമായിട്ട് കൂടിയാലോചിച്ചിട്ടായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ശരി, മലയാറ്റൂരിലെ നെവിൻ്റെ വീട്ടിൽ നിന്നാണ് അരുൺ ശങ്കർ അവിടുത്തെ ലഭ്യമായ വിവരങ്ങൾ നൽകിയത്. അമ്മ അധ്യാപികയാണ് കാലടി സർവകലാശാല, അച്ഛൻ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. അവർ തിരുവനന്തപുരം സ്വദേശികളാണ് എന്നൊരു സംശയമാണ് അവിടെ നേരത്തെ സംസാരിച്ച ആൾ പറഞ്ഞത്. അവർ 10 വർഷത്തോളമായി ഇവിടെ വീട് വാങ്ങി താമസിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിൽ ജോലിയുള്ളതിനാൽ സമീപത്ത് മലയാറ്റൂരിൽ താമസിക്കുകയാണ്. ഡൽഹിയിലേക്ക് വന്നാൽ അവിടെ രാജേന്ദ്ര നഗറിൽ ഇന്നലെ ഈ അപകടമുണ്ടായ സ്ഥലത്ത്, നെവിൻ ഉൾപ്പെടെ ജീവൻ നഷ്ടമായ സ്ഥലത്ത് വലിയ വിദ്യാർത്ഥി പ്രതിഷേധമായിരുന്നു ഇന്നലെ മുതൽ അരങ്ങേറിയത്. മരിച്ച കുട്ടിയെ കാണാൻ പോലും അനുവദിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു ബന്ധു. അനൂപ് ദാസാണ് വിവരങ്ങളുമായി. അനൂപ്, ഇപ്പോൾ റോജിയം ജോൺ MLA മരിച്ച നെവിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ പറഞ്ഞത് അവിടുത്തെ റെസിഡന്റ് കമ്മീഷണറുമായി, അവിടുത്തെ കേരള ഹൗസിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു, ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു. എപ്പോഴേക്കും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും? അവിടുത്തെ വിദ്യാർത്ഥി പ്രതിഷേധം അല്പം തണുത്തിട്ടുണ്ടോ? ഈ അപകടവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികൾ, കർശനമായ ഇടപെടലുകളും നടപടികളും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? ഈ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല എന്നാണ് നമുക്കറിയാവുന്ന കാര്യം. ബന്ധുക്കൾ എത്തണം, അവരുടെ സമ്മതപത്രം വേണം, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവേണ്ടതുണ്ട്. അതെല്ലാം കഴിഞ്ഞ ശേഷം എന്തായാലും ഇന്ന് നാട്ടിലേക്ക് മൃതദേഹം എത്താനുള്ള ഒരു സാധ്യത തീരെ കുറവാണ്. നാളെ ആയിരിക്കാം നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരിക. ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് എന്തായാലും ആശുപത്രിക്കകത്തേക്ക് കയറി സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികളെയോ ഒന്നും ഇവരെ കാണാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്ന വിവരമാണുള്ളത്. അതേസമയം തന്നെ ഇവിടെ വലിയ വിദ്യാർത്ഥി പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ചെറിയ മഴ പെയ്താൽ പോലും വലിയ വെള്ളം കയറുന്നു. അങ്ങനെ വെള്ളം കയറി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവിടെ ഈ റൌസ് അക്കാദമിയിലെ തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ 1.5 ആഴ്ച കാലമായി ഓൺലൈൻ ക്ലാസ് ആയിരുന്നു നടന്നത്. അതായത് റെഗുലർ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു നടന്നത്. ആഴ്ചക്ക് ഒരു തവണ മാത്രം, ആകെ 2 ദിവസം മാത്രം വാരാന്ത ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നത്. ആ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കുട്ടികളാണ് മരണപ്പെടുകയും ചെയ്തത്. ഈ ലൈബ്രറിക്കകത്തേക്ക് വെള്ളം ഇരച്ചു കയറിയതാണ് പ്രശ്നമായത്. അങ്ങനെ വെള്ളം ഇരച്ചു കയറാനുള്ള കാരണം അഴുക്കുചാൽ പൊട്ടിയതാണ്. അഴുക്കുചാലിന്റെ മെയിന്റനൻസ് കാര്യമായി നടന്നില്ല. അതിന് ഉത്തരവാദി ഇവിടെ നഗരസഭയാണ് എന്ന ആക്ഷേപം ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും. ആരൊക്കെയാണോ കുറ്റക്കാർ അവർക്കെതിരെയൊക്കെ നടപടി വേണം എന്ന ആവശ്യമാണ്. മാത്രവുമല്ല, നമ്മളിപ്പോൾ അല്പസമയം ഇതിലൂടെ ഇങ്ങനെ നടന്നു നോക്കിയപ്പോൾ ചുറ്റിലും IAS അക്കാദമികളാണ്. അതിലൊക്കെ തന്നെ മഹാഭൂരിപക്ഷ സ്ഥലത്തും കൃത്യമായ സൗകര്യങ്ങളില്ലാതെ, അതല്ലെങ്കിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ കാണുന്ന ഇടങ്ങളിലൊക്കെ ബേസ്മെന്റിൽ ലൈബ്രറികൾ പ്രവർത്തിക്കുന്നു. ലൈബ്രറി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ആർക്കും അവിടെ പോയി ഇരുന്ന് പഠിക്കാം. അതിനൊരു പ്രത്യേക ഫീസ് നൽകണം. അങ്ങനെ ചെറിയ കുടിസുമുറികളിലും വീടിന്റെ താഴെയുള്ള ബേസ്മെന്റിലെല്ലാം അങ്ങനെ ലൈബ്രറികൾ സ്ഥാപിച്ച് പണം ഉണ്ടാക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നും മാനദണ്ഡം പാലിക്കുന്നില്ല. ഇങ്ങനെ ഇത്തരം കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നോ മോർ ഡെത്ത് എന്ന് എഴുതി ഉയർത്തിപ്പിടിച്ചാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾക്ക് പഠിക്കണം, ജീവിക്കണം, തൊഴിൽ വേണം, എന്നാൽ ഇങ്ങനെ മരണം സംഭവിക്കുന്നത് അവസാനിപ്പിക്കണം എന്ന ആവശ്യമാണ് ഈ സമരത്തിലൂടെ അവർ ഉന്നയിക്കുന്നത്. പോലീസ് പല തവണ ചർച്ച നടത്തി, പക്ഷേ സമരത്തിൽ നിന്ന് പിൻവാങ്ങാൻ വിദ്യാർത്ഥികൾ ഈ നിമിഷവും തയ്യാറായിട്ടില്ല.